അടുത്തത് നമുക്ക് ഡിലീറ്റിംഗ് ഫ്രം എൻഡ് ഓഫ് ദ ലിസ്റ്റ്. അതായത് ഈ ഒരു നോഡിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഇതും സെയിം നമ്മുടെ ആ ബിഗിനിങ് പോലെ തന്നെയാണ്. നമ്മൾ 2 പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യണം. എല്ലാം ഒരുപോലെ തന്നെയാണ്. നിങ്ങൾ എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ് ഇത് പഠിക്കാൻ. ടെമ്പ് 1 ടെമ്പ് 2 എന്നുള്ള 2 പോയിൻ്റർ ക്രിയേറ്റ് ചെയ്തു. ഇനി നിങ്ങൾ എക്സാമിന് നിങ്ങൾ എഴുതുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ഞാൻ ടെസ്റ്റിൽ തന്ന അൽഗോരിതം സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞ പോലെ ഉണ്ട്, അത് എഴുതാം. അത് എഴുതി കഴിഞ്ഞ് നിങ്ങൾ ഇതുപോലെ ഒരു ഡയഗ്രാം വരച്ചിട്ട് നിങ്ങളിവിടെ ടെമ്പ് 1 ടെമ്പ് 2 എന്നൊക്കെ ഇങ്ങനെ കാണിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് നമ്മുടെ പ്രോഗ്രാം പോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി തരുന്നുണ്ട്, അതും എഴുതി വെക്കണം. എന്നാലേ മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ടെമ്പ് 1 ടെമ്പ് 2 എന്ന് പറഞ്ഞൊരു പോയിൻ്റർ ക്രിയേറ്റ് ചെയ്ത്. എങ്ങനെയാണ് നമ്മൾ പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ സെയിം സ്ട്രക്ചർ ഇതായതുകൊണ്ട് സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ ടെമ്പ് 1 ടു സ്റ്റാർ ടെമ്പ് 2. ഇവർ 2 പേരും എന്താ ചെയ്യുന്നത്? ഈ ടെമ്പ് 1ഉം ടെമ്പ് 2നും ഇനീഷ്യലൈസ് ചെയ്യുന്നത് ഏതിലോട്ടാണ്? ടെമ്പ് 1 ഇനീഷ്യലൈസ് ചെയ്യുന്നത് ഹെഡിലോട്ട്, ടെമ്പ് 2 ഇനി നമ്മൾ ചെയ്യുന്നത് ടെമ്പ് 1നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമുക്ക് പ്രോഗ്രാമിൽ പറയുമ്പോൾ ഞാനത് എങ്ങനെയാണ് ടെമ്പ് 1ലോട്ട് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ടെമ്പ് 1നെ ഇനീഷ്യലൈസ് ചെയ്യുന്നത് ഹെഡിലോട്ടും ടെമ്പ് 2വിനകത്ത് ഇനീഷ്യലൈസ് ചെയ്യുന്നത് ടെമ്പ് 1. അപ്പം നിങ്ങൾ നോക്കുക. അപ്പോൾ ടെമ്പ് 1 എന്ന് പറഞ്ഞാലും ടെമ്പ് 2വിനകത്ത് കിടക്കുന്ന ടെമ്പ് 1 എന്ന് പറയുന്നതും ശരിക്കും ആര് തന്നെയാണ്? ഹെഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രോഗ്രാം തുടങ്ങുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇനി നമ്മുടെ കണ്ടീഷൻ എന്താ? നമ്മുടെ ടെമ്പ് നീങ്ങണം. ടെമ്പ് നീങ്ങേണ്ട കണ്ടീഷൻ എന്താണ്? ടെമ്പ് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു ഹെഡ് വൈൽ. നിങ്ങളുടെ ടെസ്റ്റിനകത്ത് ഈക്വൽ ടു ഹെഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റ് അവർ ആ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് നിർത്തിയതാണ്. അതെല്ലാം നമുക്കിത് മൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ നമ്മൾ നോട്ട് ഈക്വൽ ടു ഹെഡ് വെച്ച് തന്നെ കൊടുക്കാം. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഇവിടെ നമുക്ക് ഇതുപോലെ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടെമ്പിനെ മൂവ് ചെയ്യിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ തൊട്ട് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യണം. നമ്മളിവിടെ ടെമ്പ് 2 എന്ന് പറഞ്ഞൊരു പോയിൻ്ററിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പോയിൻ്ററിനകത്തോട്ട് നമ്മൾ ടെമ്പ് 1ന് ആദ്യം കൊടുക്കണം. അതായത് ടെമ്പ് 2 ഈസ് ഈക്വൽ ടു ടെമ്പ് 1 എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം ടെമ്പ് 1നെ നമ്മൾ എന്ത് ചെയ്യാൻ? മൂവ് ചെയ്യിക്കാൻ. ടെമ്പ് 1 നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്യിച്ചു. ഇത് നമ്മുടെ ടെമ്പ് 1 ആണ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് നോക്കാം. ഇപ്പോൾ ടെമ്പ് 1, അതായത് ടെമ്പ് 1 നമ്മൾ ഹെഡായിട്ട് വെച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ടെമ്പ് 1 ഇത് ഇവിടെയാണ് കിടക്കുന്നത്. ഇതാണ് ടെമ്പ് 1. ഈ ടെമ്പ് 1ൻ്റെ നെക്സ്റ്റ് ഹെഡല്ല. ഹെഡ് എത്രയാണ്? 100ആണ്. ഹെഡ് അല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ടെമ്പ് 2വിനകത്തോട്ട് ടെമ്പ് 1നെ ഇടാൻ. അതായത് ടെമ്പ് 2വിനകത്ത് ആരെ ഇടണം? ഈ 100നെ ഇടണം. ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്യണം? ടെമ്പ് 1നെ നീക്കാം. ടെമ്പ് 1 ഇങ്ങോട്ട് പോയി. ഇനി വീണ്ടും കണ്ടീഷൻ നോക്കാം. ഈക്വൽ ടു ഹെഡാണ് നോക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ടെമ്പ് 1നെ ടെമ്പ് 2ലോട്ട് സ്റ്റോർ ചെയ്യണം. അതായത് 100 എന്നുള്ളത് 200ആയി മാറി. ഇനി എന്ത് ചെയ്യണം? ടെമ്പ് 1നെ നമ്മൾ മൂവ് ചെയ്തു. വീണ്ടും കണ്ടീഷൻ നോക്കാം. കണ്ടീഷൻ നോക്കിയപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈക്വൽ ടു ഹെഡ് അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആദ്യം ടെമ്പ് 2ലോട്ട് ടെമ്പ് 1നെ നോക്കണം. അപ്പോൾ 200 പോയിട്ട് 400ആയി. പിന്നെയും ടെമ്പ് മൂവ് ചെയ്തു, ടെമ്പ് 1. ഇനി ഇവിടെ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഈക്വൽ ടു ഹെഡാണ്. അപ്പോൾ കണ്ടീഷൻ വയലേറ്റഡായി. പിന്നെ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വേണ്ട. ഇപ്പോൾ ടെമ്പ് 2 കിടക്കുന്നത് ഇവിടെയും ടെമ്പ് 1 കിടക്കുന്നതും ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഏതാ ഡിലീറ്റ് ചെയ്യേണ്ടത്? ഇത് ഡിലീറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ആദ്യം ചെയ്യണം? ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തൊട്ട് പ്രീവിയസ് നോഡിനെ ശ്രദ്ധിക്കണം. പ്രീവിയസ് നോഡിനകത്ത് നെക്സ്റ്റിനകത്ത് കിടക്കുന്നത് ഇതിൻ്റെ അഡ്രസ്സാണ് കിടക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കണക്ഷനെ നമ്മൾ കളയണം. ഈ കണക്ഷനെ കളയണം അല്ലേ? ഈ കണക്ഷനെ കളഞ്ഞിട്ട് എന്തുകൊണ്ട് ഇടണം? ഇവിടെ നിന്നാണ് കണക്ഷൻ ഇങ്ങോട്ട് പോകാൻ
അല്ലേ? അപ്പോൾ നമ്മൾ എത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കാം, ഈ കണക്ഷൻ വിടണം, ഈ കണക്ഷൻ വിടണം, ഈ 2 കണക്ഷൻ വിടണം അല്ലേ? അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? അപ്പോൾ അതിനെ നമുക്ക് ആദ്യം ഈ കണക്ഷനെയാണ് നമുക്ക് ആദ്യം റെഡിയാക്കേണ്ടത്. ഈ കണക്ഷൻ ആദ്യം നമുക്ക് റെഡിയാക്കണം. അപ്പോൾ ടെമ്പ് 2ൻ്റെ നെക്സ്റ്റിലോട്ട് എന്ത് ചെയ്യണം? ടെമ്പ് 2ൻ്റെ നെക്സ്റ്റിലോട്ട് ഇവിടെ ആരാ വരേണ്ടത് ശരിക്കും? നമുക്കറിയാം സർക്കുലർ ലിങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേനും ഇത് പോയി കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടാണ് വരേണ്ടത്. അപ്പോൾ ഹെഡിനെയാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടേത് മാറി ടെമ്പ് 2ൻ്റെ നെക്സ്റ്റിലോട്ട് ആരാ വേണ്ടത്? ഹെഡിനെ കൊണ്ടുവരണം അല്ലേ? അപ്പോൾ നമ്മുടെ ഈ കണക്ഷൻ പോയി. ഇപ്പോൾ ഇവിടെ ആരാ? ഇപ്പോൾ ഇവിടെ 100 ആയി അല്ലേ? 100 ആയപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് കണക്ഷൻ പോയി. പിന്നെ ആരായി? ഇങ്ങോട്ട് വന്നു കണക്ഷൻ. ഇപ്പോൾ ഇവിടെ നിന്നാണ് കണക്ഷൻ പോകുന്നത്. ഇപ്പോൾ സർക്കുലർ ലിങ്ക് ലിസ്റ്റായി. അത് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ടെമ്പ് 1. ഡിലീറ്റ് ടെമ്പ് 1. ശരിക്കും പറഞ്ഞാൽ ഇത്ര സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. ആ കൊടുക്കുന്ന കണക്ഷൻ നിങ്ങൾ കറക്റ്റ് ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ടെമ്പ് 2ൻ്റെ നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു ഹെഡാക്കി. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഡിലീറ്റ് കൊടുക്കാൻ പാടുള്ളൂ. ആദ്യം തന്നെ ഡിലീറ്റ് കൊടുക്കരുത്. ആദ്യം കണക്ഷൻസ് എല്ലാം കറക്റ്റാക്കി കൊടുത്താൽ മാത്രമേ നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അഡ്രസ്സ് പിന്നെ നെക്സ്റ്റ് നോഡ് കിട്ടാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ഇവിടെ ചെയ്തത്? നമ്മൾ ടെമ്പ് 1നെ നീക്കി കൊണ്ടുവരികയും ചെയ്തു. ടെമ്പ് 2നെ പ്രീവിയസ് നോഡിനെ നമ്മൾ അവിടെ സേവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ടെമ്പ് 2നെ നമ്മളവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് ടെമ്പ് 2ൻ്റെ നെക്സ്റ്റിനകത്ത് നമ്മൾ ഹെഡിനെ ഇട്ടു. ദെൻ ഡിലീറ്റ് ടെമ്പ് 1 ചെയ്തു. ഇപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും ഇവിടെ എക്സ്ട്രാ വരുന്നുള്ളൂ. പിന്നെ ഈ ഒരു ടെമ്പ് 2 ഈസ് ഈക്വൽ ടു ടെമ്പ് 1. ബാക്കിയെല്ലാം സെയിം തന്നെ. ഈ കണ്ടീഷൻ ഒരിക്കലും മാറുന്നില്ല. ഈ കണ്ടീഷൻ നേരത്തെ നള്ളെന്നായിരുന്നു സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത്. സർക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് വന്നപ്പോൾ അത് ഹെഡായി മാറിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഡിലീഷൻ ഫ്രം എൻഡ് ഓഫ് ദ ലിസ്റ്റ് എന്ന് പറയുന്നത്.